നെക്സ്റ്റ് ടോപ്പിക്ക് ലഗ്രാഞ്ച് മൾട്ടിപ്ലൈസ് വിത്ത് ടു കൺസ്ട്രെയിൻസ്. നമ്മൾ ഓൾറെഡി എഫ് എന്നുള്ള ഫംഗ്ഷൻ്റെ ഡൊമൈനിലെ വേരിയബിൾസിനെ ഏതെങ്കിലും ഒരു ഇക്വേഷൻ യൂസ് ചെയ്ത് കൺസ്ട്രെയിൻ ചെയ്യുമ്പോൾ എഫിൻ്റെ എക്സ്ട്രീം വാല്യൂസ് കണ്ടുപിടിക്കുവാനുള്ള ലഗ്രാഞ്ച് മൾട്ടിപ്ലൈസ് മെത്തേഡ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ എഫ് എന്നുള്ള ഫംഗ്ഷൻ്റെ ഡൊമൈനിലെ വേരിയബിൾസിനെ രണ്ട് ഇക്വേഷൻസ് യൂസ് ചെയ്ത് കൺസ്ട്രെയിൻ ചെയ്യുമ്പോൾ എഫിൻ്റെ എക്സ്ട്രീം വാല്യൂസ് കണ്ടുപിടിക്കുവാനുള്ള മെത്തേഡാണ് ഇനി പറയാൻ പോകുന്നത്. Suppose we want to find the extreme values of a differentiable function f of x, y, z whose variables are subject to the two constraints g1 of x, y, z equal to 0 and g2 of x, y, z equal to 0, where g1 and g2 are two differentiable functions with del g1 not parallel to del g2. So ഇവിടെ എഫ് എന്നുള്ള ഫംഗ്ഷൻ്റെ ഡൊമൈനിലെ വേരിയബിൾസിനെ രണ്ട് ഇക്വേഷൻസ് യൂസ് ചെയ്ത്, അതായത് g1 of x, y, z equal to 0 അതുപോലെ g2 of x, y, z equal to 0 ഈ രണ്ട് ഇക്വേഷൻസ് യൂസ് ചെയ്ത് കൺസ്ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അവിടെ g1ഉം g2ഉം രണ്ട് ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻസ് ആണ്. അതുപോലെ തന്നെ del g1 നോട്ട് പാരലൽ ടു del g2, അതായത് ഗ്രേഡിയൻ വെക്ടർ ഓഫ് g1 നോട്ട് പാരലൽ ടു ഗ്രേഡിയൻ വെക്ടർ ഓഫ് g2. അത് രണ്ടും പാരലൽ ആയി കഴിഞ്ഞാൽ എഫക്റ്റീവ്ലി അവിടെ ഒരു വൺ കൺസ്ട്രെയിൻ മാത്രമായിരിക്കും. അതുകൊണ്ടാണ് അത് രണ്ടും പാരലൽ അല്ലാത്ത സിറ്റുവേഷനാണ് നമുക്ക് വേണ്ടത്. അപ്പോഴാണ് അവിടെ രണ്ട് കൺസ്ട്രെയിൻസ് ഉണ്ടായിരിക്കുക. അതല്ലെങ്കിൽ രണ്ടാമത്തെ കൺസ്ട്രെയിൻറ്റ് ആദ്യത്തെ കൺസ്ട്രെയിൻറ്റിൻ്റെ ഒരു കോപ്പി പോലെ ആക്ട് ചെയ്യും. ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഈ ഒരു മെത്തേഡിൻ്റെ ആവശ്യമില്ല. സോ del g1ഉം del g2ഉം പാരലൽ അല്ലാത്ത സിറ്റുവേഷനിൽ എഫ് എന്നുള്ള ഫംഗ്ഷൻ്റെ ലോക്കൽ എക്സ്ട്രീം വാല്യൂസ് സബ്ജക്റ്റ് ടു ദി കൺസ്ട്രെയിൻറ്റ് g1 of x, y, z equal to 0 ആൻഡ് g2 of x, y, z equal to 0 കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എക്സും വൈയും സെഡും ലാംഡയും യുവും കണ്ടുപിടിച്ചാൽ മതി. സാറ്റിസ്ഫൈങ് ദി ഇക്വേഷൻസ്. ഫസ്റ്റ് ഇക്വേഷൻ del f equal to lambda into del g1 plus mu into del g2. Second equation g1 of x, y, z equal to 0. Third equation g2 of x, y, z equal to 0. So f എന്നുള്ള ഫംഗ്ഷൻ്റെ ലോക്കൽ എക്സ്ട്രീം വാല്യൂസ് സബ്ജക്റ്റ് ടു ദി കൺസ്ട്രെയിൻറ്റ് g1 of x, y, z equal to 0 ആൻഡ് g2 of x, y, z equal to 0 കണ്ടുപിടിക്കാൻ വേണ്ടി ഈ മൂന്ന് ഇക്വേഷൻസും സൈമിൾട്ടേനിയസ്ലി സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിലുള്ള എക്സ്, വൈ, സെഡ്, ലാംഡ ആൻഡ് മ്യൂ കണ്ടുപിടിച്ചാൽ മതി. അതാണ് ലഗ്രാഞ്ച് മൾട്ടിപ്ലൈസ് മെത്തേഡ് വിത്ത് ടു കൺസ്ട്രെയിൻസ്. ദെൻ നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി പോയിൻറ്റ്സ് ഓൺ ദി എലിപ്സ് വിച്ച് ഈസ് ദി കർവ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ദി പ്ലെയിൻ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈക്വൽ ടു 1 വിത്ത് ദി സിലിണ്ടർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 ദാറ്റ് ലൈ ക്ലോസസ്റ്റ് ടു ആൻഡ് ഫാർദസ്റ്റ് ഫ്രം ദി ഒറിജിൻ. സോ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈക്വൽ ടു 1 എന്നുള്ള പ്ലെയിനും എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 എന്നുള്ള സിലിണ്ടറും ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു കേവ് കിട്ടും. ആ കേവ് ഒരു എലിപ്സ് ആയിരിക്കും. നമുക്കറിയാം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 എന്നുള്ള സ്പേസിലുള്ള സിലിണ്ടറിൻ്റെ ഇക്വേഷനാണ്. ആ സിലിണ്ടറിനെ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈക്വൽ ടു 1 എന്നുള്ള പ്ലെയിൻ കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ക്രോസ് സെക്ഷൻ ആ പ്ലെയിനിൽ വരുന്നതാണ്. ആ പ്ലെയിനും സിലിണ്ടറും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന കേവ് അത് എലിപ്സ് ആണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. ദെൻ എലിപ്സിലെ പോയിൻറ്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒറിജിനോട് ക്ലോസസ്റ്റ് ആയിട്ട് കിടക്കുന്ന പോയിൻറ്റും അതുപോലെ തന്നെ ഒറിജിനിൽ നിന്നും ദൂരത്ത് കിടക്കുന്ന പോയിൻറ്റ്സുമാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. സോ ഒറിജിനിൽ നിന്ന് എലിപ്സിൽ ആർബിട്രറി ആയിട്ടുള്ളൊരു പോയിൻറ്റ് എക്സ്, വൈ, സെഡിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ആണ്. ദെൻ അതിൻ്റെ മിനിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്ന പോയിൻറ്റ്സും അതുപോലെ മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്ന പോയിൻറ്റ്സുമാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ദെൻ അതിന് പകരം എഫ് ഓഫ് എക്സ്, വൈ, സെഡ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ എന്നുള്ള ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ്, വൈ, സെഡ് എന്നുള്ള ഫംഗ്ഷൻ മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്ന പോയിൻറ്റ്സും കറസ്പോണ്ടിങ് ആയിട്ട് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ എന്നുള്ള ഫംഗ്ഷനും മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യും. അതുപോലെ തന്നെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ, അതായത് എഫ് ഓഫ് എക്സ്, വൈ, സെഡ് എന്നുള്ള ഫംഗ്ഷൻ മിനിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്ന പോയിൻറ്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ എന്നുള്ളതും മിനിമം വാല്യൂ അറ്റൈൻ ചെയ്യും എന്നുള്ളത് കൊണ്ട് നമുക്കതിന് പകരം എഫ് ഓഫ് എക്സ്, വൈ, സെഡ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ എന്നുള്ള ഫംഗ്ഷൻ്റെ എക്സ്ട്രീം വാല്യൂസ് കണ്ടുപിടിച്ചാൽ മതി. ഇവിടെയുള്ള കണ്ടീഷൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ചൂസ് ചെയ്യേണ്ടത് എലിപ്സിൽ നിന്നാണ്. അതായത് ഗിവൺ പ്ലെയിനും സിലിണ്ടറും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന കേവിൽ നിന്നാണ് ചൂസ് ചെയ്യേണ്ടത്. സോ നമ്മൾ ചൂസ് ചെയ്യുന്ന എക്സ്, വൈ, സെഡ് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈക്വൽ ടു 1 അതുപോലെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 ഈ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യണം. ദെൻ g1 of x, y, z ഈക്വൽ ടു എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് മൈനസ് 1 എന്നും g2 of x, y, z ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 1 എന്നും ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഗിവൺ പ്ലെയിനിനെ, അതായത് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈക്വൽ ടു 1 എന്നുള്ള പ്ലെയിനിനെ നമുക്ക് g1 of x, y, z ഈക്വൽ ടു 0 എന്നുള്ള ലെവൽ സർഫസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അതുപോലെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 എന്നുള്ള സിലിണ്ടറിനെ g2 of x, y, z ഈക്വൽ ടു 0 എന്നുള്ള ലെവൽ സർഫസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. സോ we have to find the extreme values of f of x, y, z equal to x square plus y square plus z square
subject to the constraint g1 of xyz equal to 0 and g2 of xyz equal to 0. Then Lagrange multipliers method യൂസ് ചെയ്യുമ്പോൾ നമുക്ക് del f equal to lambda into del g1 plus mu into del g2 അതുപോലെ g1 of xyz equal to 0 ആൻഡ് g2 of xyz equal to 0 ഈ മൂന്ന് ഇക്വേഷൻസും സൈമിൾട്ടേനിയസ്ലി സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിലുള്ള എക്സ് വൈ സെഡ് ലാംഡ ആൻഡ് മ്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് ആദ്യം എഫിൻ്റെയും g1ൻ്റെയും g2ൻ്റെയും ഗ്രേഡിയൻ വെക്റ്റേഴ്സ് കണ്ടുപിടിക്കാം. സോ എഫ് എക്സ് എന്നുള്ളത് 2x ആണ്, എഫ് വൈ ഈക്വൽ ടു 2y, എഫ് സെഡ് ഈക്വൽ ടു 2z. Partial derivative of g1 with respect to x equal to 1, partial derivative of g1 with respect to y equal to 1, partial derivative of g1 with respect to z equal to 1, partial derivative of g2 with respect to x equal to 2x, partial derivative of g2 with respect to y equal to 2y, and partial derivative of g2 with respect to z equal to 0. So del f equal to 2xi plus 2yj plus 2zk, del g1 equal to I plus j plus k, and del g2 equal to 2xi plus 2yj. ദെൻ ഫസ്റ്റ് ഇക്വേഷനിൽ നിന്നും അതായത് del f ഈക്വൽ ടു ലാംഡ ഇൻറ്റു del g1 പ്ലസ് മ്യൂ ഇൻറ്റു del g2 അതിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ 2xi പ്ലസ് 2yj പ്ലസ് 2zk ഈക്വൽ ടു ലാംഡ ഇൻറ്റു I പ്ലസ് j പ്ലസ് k പ്ലസ് മ്യൂ ഇൻറ്റു 2xi പ്ലസ് 2yj which implies 2x equal to lambda plus 2 mu x, 2y equal to lambda plus 2 mu y, and 2z equal to lambda. Then lambda equal to 2z എന്നുള്ളത് ഫസ്റ്റും സെക്കൻഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ 2x equal to 2z plus 2 mu x and 2y equal to 2z plus 2 mu y, which implies x equal to z plus mu x and y equal to z plus mu y. ഫസ്റ്റ് ഇക്വേഷനിൽ നിന്നും 1 minus mu into x equal to z, സെക്കൻഡ് ഇക്വേഷനിൽ നിന്നും 1 minus mu into y equal to z. ദെൻ ഈ രണ്ട് കണ്ടീഷൻസും ഹോൾഡ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ mu equal to 1 and z equal to 0 or mu not equal to 1 and x equal to y equal to z by 1 minus mu. അതെങ്ങനെയാണ് വന്നതെന്ന് താഴെ റെഫറൻസിൽ തന്നിട്ടുണ്ട്. ആദ്യത്തെ ഇക്വേഷൻ ഇതാണ്, 1 മൈനസ് മ്യൂ ഇൻറ്റു എക്സ് ഈക്വൽ ടു സെഡ്. ഈ ഒരു കണ്ടീഷൻ ഹോൾഡ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ മ്യൂ ഈക്വൽ ടു 1 ആയിരിക്കണം, അപ്പോൾ ലെഫ്റ്റ് സൈഡ് 0 ആയിരിക്കും. ആ ഒരു കണ്ടീഷനിൽ സെഡ് ഈക്വൽ ടു 0 ആയിരിക്കണം, അതായത് മ്യൂ ഈക്വൽ ടു 1 ആൻഡ് സെഡ് ഈക്വൽ ടു 0. അത് രണ്ടും സൈമിൾട്ടേനിയസ്ലി ഹോൾഡ് ചെയ്യുന്ന കാര്യമാണ്. അതല്ലെങ്കിൽ മ്യൂ നോട്ട് ഈക്വൽ ടു 1 ആണെങ്കിൽ എക്സ് ഈക്വൽ ടു സെഡ് ബൈ 1 മൈനസ് മ്യൂ. ഈ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ആദ്യത്തെ ഇക്വേഷൻ ഹോൾഡ് ചെയ്യുകയുള്ളൂ. അതുപോലെ തന്നെ 1 മൈനസ് മ്യൂ ഇൻറ്റു വൈ ഈക്വൽ ടു സെഡ്, അതായത് സെക്കൻഡ് ഇക്വേഷനിൽ നിന്നും ആ ഒരു ഇക്വേഷൻ ഹോൾഡ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ മ്യൂ ഈക്വൽ ടു 1 ആൻഡ് സെഡ് ഈക്വൽ ടു 0. മ്യൂ ഈക്വൽ ടു 1 ആകുമ്പോൾ ലെഫ്റ്റ് സൈഡ് 0 ആയിരിക്കും, സോ ഓട്ടോമാറ്റിക്കലി സെഡ് ഈക്വൽ ടു 0 ആയിരിക്കും. അതല്ലെങ്കിൽ മ്യൂ നോട്ട് ഈക്വൽ ടു 1 ആണെങ്കിൽ വൈ ഈക്വൽ ടു സെഡ് ബൈ 1 മൈനസ് മ്യൂ. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് അവിടെ തന്നിട്ടുള്ളത് മ്യൂ ഈക്വൽ ടു 1 ആൻഡ് സെഡ് ഈക്വൽ ടു 0. ഓർ മ്യൂ നോട്ട് ഈക്വൽ ടു 1 ആകുമ്പോൾ എക്സിൻ്റെയും വൈയുടെയും വാല്യൂ വരുന്നത് സെഡ് ബൈ 1 മൈനസ് മ്യൂ ആണ്. സോ ഈ രണ്ട് കണ്ടീഷൻസും ഹോൾഡ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ മ്യൂ ഈക്വൽ ടു 1 ആൻഡ് സെഡ് ഈക്വൽ ടു 0 ഓർ മ്യൂ നോട്ട് ഈക്വൽ ടു 1 ആൻഡ് എക്സ് ഈക്വൽ ടു വൈ ഈക്വൽ ടു സെഡ് ബൈ 1 മൈനസ് മ്യൂ. ദെൻ ആദ്യത്തെ കണ്ടീഷൻ നോക്കാം. സെഡ് ഈക്വൽ ടു 0 ആണെങ്കിൽ ആ ഒരു കേസിൽ മ്യൂ എന്നുള്ളത് 1 ആയിരിക്കും. നോക്കിയാൽ അറിയാവുന്നതാണ്, സെഡ് ഈക്വൽ ടു 0 ആയിരിക്കുമ്പോൾ എന്തായാലും മ്യൂ ഈക്വൽ ടു 1 ആയിരിക്കും. സോ നമുക്കത് സെപ്പറേറ്റ്ലി ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒരു കണ്ടീഷൻ എടുത്താൽ മതി, ഒന്നുകിൽ മ്യൂ ഈക്വൽ ടു 1 അതല്ലെങ്കിൽ സെഡ് ഈക്വൽ ടു 0. രണ്ടും സെയിം തന്നെയാണ്. സെഡ് ഈക്വൽ ടു 0 ആയിരിക്കുമ്പോൾ g1 ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു 0 ആൻഡ് g2 ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു 0. ഇതിൽ നിന്നും എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 ആൻഡ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1. നമുക്കറിയാം എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ മൈനസ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 2xy. സോ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1ഉം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1ഉം ആകുമ്പോൾ 2xy ഈക്വൽ ടു 1 മൈനസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു 0. ദെൻ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 എന്നുള്ള കണ്ടീഷൻ ഓൾറെഡി ഉണ്ട്. സോ 2xy ഈക്വൽ ടു 0 ആൻഡ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1. ഈ രണ്ട് കണ്ടീഷൻസും ഹോൾഡ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ എക്സ് ഈക്വൽ ടു 1 ആൻഡ് വൈ ഈക്വൽ ടു 0 ഓർ എക്സ് ഈക്വൽ ടു 0 ആൻഡ് വൈ ഈക്വൽ ടു 1. ഈ രണ്ട് കണ്ടീഷൻസിലാണ് ആ രണ്ട് ഇക്വേഷൻസും ഹോൾഡ് ചെയ്യുകയുള്ളൂ. സോ സെഡ് ഈക്വൽ ടു 0 എന്നുള്ളതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒന്നുകിൽ എക്സ് ഈക്വൽ ടു 1 ആൻഡ് വൈ ഈക്വൽ ടു 0 ഓർ എക്സ് ഈക്വൽ ടു 0 ആൻഡ് വൈ ഈക്വൽ ടു 1. സോ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് രണ്ട് പോയിൻറ്റ്സ് ആണ് കിട്ടുന്നത്, 1,0,0യും അതുപോലെ തന്നെ 0,1,0യും. ഈ രണ്ട് പോയിൻറ്റ്സിലും എഫിൻ്റെ വാല്യൂ വരുന്നത് സെയിം ആണ്. അത് വരുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ആണ് എഫ് ഓഫ് എക്സ് വൈ സെഡ്. അതിൽ എക്സിന് പകരം ആദ്യത്തെ കണ്ടീഷനിൽ എഫ് ഓഫ് 1,0,0 എന്നുള്ളതിൽ 1 സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു 1. അതുപോലെ തന്നെ എഫ് ഓഫ് 0,1,0 എന്നുള്ളതും 1 തന്നെയാണ്. രണ്ട് പോയിൻറ്റ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് എഫിന് സെയിം വാല്യൂ ആണ് വരുന്നത്, അത് 1 ആണ്. ദെൻ സെക്കൻഡ് കണ്ടീഷനിൽ മ്യൂ നോട്ട് ഈക്വൽ ടു 1 ആകുമ്പോൾ എക്സും വൈയും ഈക്വൽ ആയിരിക്കും. രണ്ടിൻ്റെയും വാല്യൂ വരുന്നത് സെഡ് ബൈ 1 മൈനസ് മ്യൂ ആണ്.
സോ സെക്കൻഡ് കണ്ടീഷനിൽ നിന്നും നമുക്ക് മ്യൂ നോട്ട് ഈക്വൽ ടു 1 എന്നുള്ള കണ്ടീഷനിൽ നിന്നും എക്സ് ഈക്വൽ ടു വൈ എന്ന് കിട്ടും. അത് g1 ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു 0, അതുപോലെ g2 ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു 0 ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ വൈക്ക് പകരം എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ 2x പ്ലസ് സെഡ് ഈക്വൽ ടു 1 ആൻഡ് 2x സ്ക്വയർ ഈക്വൽ ടു 1. സോ രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്നും, അതായത് 2x സ്ക്വയർ ഈക്വൽ ടു 1 എന്നുള്ളതിൽ നിന്നും x സ്ക്വയർ ഈക്വൽ ടു 1/2 വിച്ച് ഇംപ്ലൈസ് x ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1/√2. ദെൻ x ഈക്വൽ ടു 1/√2 ആകുമ്പോൾ x ഈക്വൽ ടു y ആയതുകൊണ്ട് y എന്നുള്ളതും 1/√2 ആയിരിക്കും. ആ ഒരു സിറ്റുവേഷനിൽ z ഈക്വൽ ടു 1 മൈനസ് 2x ആയതുകൊണ്ട് z ഈക്വൽ ടു 1 മൈനസ് 2/√2 വിച്ച് ഇസ് ഈക്വൽ ടു 1 മൈനസ് √2. ദെൻ x ഈക്വൽ ടു മൈനസ് 1/√2 ആകുമ്പോൾ y ഈക്വൽ ടു മൈനസ് 1/√2 ആൻഡ് z ഈക്വൽ ടു 1 പ്ലസ് √2. സോ സെക്കൻഡ് കണ്ടീഷന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് 2 പോയിൻറ്റ്സ് കിട്ടുന്നു. ആ 2 പോയിൻറ്റ്സ് ഇതാണ് 1/√2, 1/√2, 1 മൈനസ് √2 ആൻഡ് മൈനസ് 1/√2, മൈനസ് 1/√2, 1 പ്ലസ് √2. സോ സെക്കൻഡ് കണ്ടീഷന് കറസ്പോണ്ടിങ് ആയിട്ട് എഫിൻ്റെ ലോക്കൽ എക്സ്ട്രീം വാല്യൂസ് അറ്റൈൻ ചെയ്യുന്ന വിധത്തിൽ 2 പോയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. ദെൻ ആ 2 പോയിൻറ്റ്സിനും എഫിൻ്റെ വാല്യൂ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. ആദ്യത്തെ പോയിൻറ്റിൽ എഫ് ഓഫ് 1/√2, 1/√2, 1 മൈനസ് √2 ഈക്വൽ ടു 1/√2 ഹോൾ സ്ക്വയർ പ്ലസ് 1/√2 ഹോൾ സ്ക്വയർ പ്ലസ് 1 മൈനസ് √2 ഹോൾ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു 4 മൈനസ് 2√2 വിച്ച് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1.1757. ദെൻ സെക്കൻഡ് പോയിൻറ്റ് കറസ്പോണ്ടിങ് ആയിട്ട് എഫിൻ്റെ വാല്യൂ വരുന്നത് എഫ് ഓഫ് മൈനസ് 1/√2, മൈനസ് 1/√2, 1 പ്ലസ് √2 വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് 1/√2 ഹോൾ സ്ക്വയർ പ്ലസ് മൈനസ് 1/√2 ഹോൾ സ്ക്വയർ പ്ലസ് 1 പ്ലസ് √2 ഹോൾ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു 4 പ്ലസ് 2√2. സോ ഗിവൺ കൺസ്ട്രെയിൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിൽ എഫ് എന്നുള്ള ഫംഗ്ഷൻ ലോക്കൽ എക്സ്ട്രീം വാല്യൂസ് അറ്റൈൻ ചെയ്യുന്ന വിധത്തിൽ 4 പോയിൻറ്റ്സ് നമുക്ക് കിട്ടി. ആ 4 പോയിൻറ്റ്സിന് നമ്മൾ എഫിൻ്റെ വാല്യൂ വാലുവേറ്റ് ചെയ്തു. ആദ്യത്തെ 2 പോയിൻറ്റ്സിലും കറസ്പോണ്ടിങ് ആയിട്ട് എഫിൻ്റെ വാല്യൂ കിട്ടിയത് 1 ആണ്. തേർഡ് പോയിൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് എഫിൻ്റെ വാല്യൂ കിട്ടിയത് 4 മൈനസ് 2√2 വിച്ച് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1.1757. ദെൻ ഫോർത്ത് പോയിൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് എഫിൻ്റെ വാല്യൂ കിട്ടിയത് 4 പ്ലസ് 2√2. ഇതിൽ നിന്നും എഫിൻ്റെ മിനിമം വാല്യൂ 1 ആണ്. ഈ 4 പോയിൻറ്റ്സിൽ നോക്കുകയാണെങ്കിൽ അതിൽ മിനിമം വരുന്നത് 1 ആണ്. അതുപോലെ മാക്സിമം വരുന്നത് 4 പ്ലസ് 2√2 ആണ്. ദെൻ മിനിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്ന വിധത്തിൽ 2 പോയിൻറ്റ്സ് ആണുള്ളത്, 1,0,0യും അതുപോലെ തന്നെ 0,1,0യും. ദെൻ മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്ന പോയിൻറ്റ് മൈനസ് 1/√2, മൈനസ് 1/√2, 1 പ്ലസ് √2. ഇത് തന്നെയായിരിക്കും റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ എന്നുള്ള ഫംഗ്ഷൻ മിനിമം ആൻഡ് മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്ന പോയിൻറ്റ്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ എന്നുള്ള ഫംഗ്ഷൻ മിനിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആയിരിക്കും ഗിവൺ പ്ലെയിനും സിലിണ്ടറും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന എലിപ്സിലെ പോയിൻറ്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒറിജിനോട് ക്ലോസസ്റ്റ് ആയിട്ട് കിടക്കുന്ന പോയിൻറ്റ്സ്. അതുപോലെ തന്നെ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ എന്നുള്ള ഫംഗ്ഷൻ മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്ന പോയിൻ്റ് ആയിരിക്കും എലിപ്സിലെ പോയിൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒറിജിനിൽ നിന്ന് ഫാർദസ്റ്റ് ആയിട്ട് കിടക്കുന്ന പോയിൻറ്റ്. സോ എലിപ്സിലെ പോയിൻറ്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒറിജിനോട് ക്ലോസസ്റ്റ് ആയിട്ട് കിടക്കുന്ന പോയിൻറ്റ്സ് 1,0,0 ആൻഡ് 0,1,0. അതുപോലെ ഒറിജിനിൽ നിന്നും ഫാർദസ്റ്റ് ആയിട്ട് കിടക്കുന്ന പോയിൻറ്റ് മൈനസ് 1/√2, മൈനസ് 1/√2, 1 പ്ലസ് √2. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി മാക്സിമം ആൻഡ് മിനിമം വാല്യൂസ് ഓഫ് ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു എക്സ് വൈ പ്ലസ് സെഡ് സ്ക്വയർ ഓൺ ദി സർക്കിൾ ഇൻ വിത്ത് ദി പ്ലെയിൻ y മൈനസ് എക്സ് ഈക്വൽ ടു 0 intersect with the sphere x square plus y square plus z square equal to 4. സോ y മൈനസ് എക്സ് ഈക്വൽ ടു 0 എന്നുള്ള പ്ലെയിനും എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു 4 എന്നുള്ള സ്ഫിയറും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന കേർവാണ് സർക്കിൾ. ആ സർക്കിളിലെ പോയിൻറ്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു എക്സ് വൈ പ്ലസ് സെഡ് സ്ക്വയർ എന്നുള്ള ഫംഗ്ഷൻ്റെ മാക്സിമം ആൻഡ് മിനിമം വാല്യൂസ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. സോ g1 ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു y മൈനസ് എക്സ് എന്നും g2 ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ മൈനസ് 4 എന്നും ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ we have to find the extreme values of f of x y z equal to xy plus z square subject to the constraint g1 of x y z equal to 0 and g2 of x y z equal to 0. Lagrange multipliers method യൂസ് ചെയ്യുമ്പോൾ del f equal to lambda into del g1 plus mu into del g2, g1 of x y z equal to 0 and g2 of x y z equal to 0. ഈ 3 ഇക്വേഷൻസും സൈമിൾട്ടേനിയസ്ലി സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിലുള്ള എക്സ് വൈ സെഡ് ലാംഡ ആൻഡ് മ്യൂ കണ്ടുപിടിച്ചാൽ മതി. സോ നമുക്ക് ആദ്യം എഫിൻ്റെയും g1ൻ്റെയും g2ൻ്റെയും ഗ്രേഡിയൻറ്റ് വെക്റ്റേഴ്സ് കണ്ടുപിടിക്കാം. പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്നുള്ളത് y ആണ്. പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു y എന്നുള്ളത് എക്സ്. പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു സെഡ് എന്നുള്ളത് 2z ആണ്. അതുപോലെ തന്നെ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് g1 വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്നുള്ളത് -1 ഒരു കോൺസ്റ്റൻറ്റ് നമ്പറാണ്. പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് g1 വിത്ത് റെസ്പെക്ട് ടു y എന്നുള്ളത് 1.
പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് g1 വിത്ത് റെസ്പെക്ട് ടു z എന്നുള്ളത് 0, പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് g2 വിത്ത് റെസ്പെക്ട് ടു x എന്നുള്ളത് 2x, പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് g2 വിത്ത് റെസ്പെക്ട് ടു y എന്നുള്ളത് 2y ആൻഡ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് g2 വിത്ത് റെസ്പെക്ട് ടു z എന്നുള്ളത് 2z. സോ എഫിൻ്റെ ഗ്രേഡിയൻ വെക്ടർ del f ഈക്വൽ ടു yi പ്ലസ് എക്സ് ജെ പ്ലസ് 2zk. അതുപോലെ g1ൻ്റെ ഗ്രേഡിയൻ വെക്ടർ del g1 ഈക്വൽ ടു മൈനസ് ഐ പ്ലസ് ജെ. ദെൻ g2ൻ്റെ ഗ്രേഡിയൻ വെക്ടർ del g2 ഈക്വൽ ടു 2xi പ്ലസ് 2yj പ്ലസ് 2zk. ദെൻ ആദ്യത്തെ ഇക്വേഷനിൽ നിന്നും അതായത് del f ഈക്വൽ ടു ലാംഡ ഇൻറ്റു del g1 പ്ലസ് മ്യൂ ഇൻറ്റു del g2, ഇതിൽ നിന്നും yi പ്ലസ് എക്സ് ജെ പ്ലസ് 2zk ഈക്വൽ ടു ലാംഡ ഇൻറ്റു മൈനസ് ഐ പ്ലസ് ജെ പ്ലസ് മ്യൂ ഇൻറ്റു 2xi പ്ലസ് 2yj പ്ലസ് 2zk. ഐ കമ്പോണൻസ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ y ഈക്വൽ ടു മൈനസ് ലാംഡ പ്ലസ് 2 മ്യൂ എക്സ്. അതുപോലെ ജെ കമ്പോണൻസ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ x ഈക്വൽ ടു ലാംഡ പ്ലസ് 2 മ്യൂ വൈ. ദെൻ കെ കമ്പോണൻസ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ 2z ഈക്വൽ ടു 2z മ്യൂ. ദെൻ ഫസ്റ്റ് ഇക്വേഷൻ അതായത് y ഈക്വൽ ടു മൈനസ് ലാംഡ പ്ലസ് 2 മ്യൂ എക്സും അതുപോലെ സെക്കൻഡ് ഇക്വേഷൻ x ഈക്വൽ ടു ലാംഡ പ്ലസ് 2 മ്യൂ വൈയും. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ x പ്ലസ് വൈ ഈക്വൽ ടു 2 മ്യൂ എക്സ് പ്ലസ് 2 മ്യൂ വൈ. ദെൻ അതിൽ നിന്നും 2 മ്യൂ കോമൺ ആയിട്ട് എടുക്കുമ്പോൾ x പ്ലസ് വൈ ഈക്വൽ ടു 2 ഇൻറ്റു മ്യൂ ഇൻറ്റു എക്സ് പ്ലസ് വൈ വിച്ച് ഇംപ്ലൈസ് x പ്ലസ് വൈ ഇൻറ്റു 2 മ്യൂ മൈനസ് 1 ഈക്വൽ ടു 0. ആ ഒരു കണ്ടീഷൻ ഹോൾഡ് ചെയ്യണമെങ്കിൽ x പ്ലസ് വൈ എന്നുള്ളത് 0 ആയിരിക്കണം, അതല്ലെങ്കിൽ മ്യൂ എന്നുള്ളത് 1/2 ആയിരിക്കണം. അതുപോലെ തേർഡ് ഇക്വേഷനിൽ നിന്നും അതായത് 2z ഈക്വൽ ടു 2z ഇൻറ്റു മ്യൂ, അതിൽ നിന്നും 2z ഇൻറ്റു മ്യൂ മൈനസ് 1 ഈക്വൽ ടു 0 വിച്ച് ഇംപ്ലൈസ് z ഈക്വൽ ടു 0 ഓർ മ്യൂ ഈക്വൽ ടു 1. സോ നമുക്ക് del f ഈക്വൽ ടു ലാംഡ ഇൻറ്റു del g1 പ്ലസ് മ്യൂ ഇൻറ്റു del g2 ഈ ഒരു കണ്ടീഷൻ ഹോൾഡ് ചെയ്യണമെങ്കിൽ x പ്ലസ് വൈ ഈക്വൽ ടു 0 ഓർ മ്യൂ ഈക്വൽ ടു 1/2 ആൻഡ് z ഈക്വൽ ടു 0 ഓർ മ്യൂ ഈക്വൽ ടു 1. ഇതിൽ ഓരോ ബ്രാക്കറ്റിലെയും ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഹോൾഡ് ചെയ്താൽ മതി. ആദ്യത്തെ ബ്രാക്കറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒന്നുകിൽ x പ്ലസ് വൈ ഈക്വൽ ടു 0 അതല്ലെങ്കിൽ മ്യൂ ഈക്വൽ ടു 1/2, അതിലേതെങ്കിലും ഒരെണ്ണം ഹോൾഡ് ചെയ്താൽ മതി. സെക്കൻഡ് ബ്രാക്കറ്റിൽ നിന്നും z ഈക്വൽ ടു 0 അതല്ലെങ്കിൽ മ്യൂ ഈക്വൽ ടു 1, ഇതിലേതെങ്കിലും ഒരെണ്ണം ഹോൾഡ് ചെയ്താൽ മതി. ഓരോ ബ്രാക്കറ്റിൽ നിന്നും ഓരോന്നെങ്കിലും മിനിമം ഹോൾഡ് ചെയ്യണം. ദെൻ മ്യൂ ഈക്വൽ ടു 1/2 ആകുമ്പോൾ മ്യൂ നോട്ട് ഈക്വൽ ടു 1 ആയിരിക്കും. ആ ഒരു കേസിൽ z ഈക്വൽ ടു 0 ആയിരിക്കും. അതുപോലെ തന്നെ മ്യൂ ഈക്വൽ ടു 1 ആയിരിക്കുമ്പോൾ മ്യൂ നോട്ട് ഈക്വൽ ടു 1/2, ആ ഒരു കേസിൽ x പ്ലസ് വൈ ഈക്വൽ ടു 0. സോ നമുക്കിതിൽ രണ്ട് പോസിബിലിറ്റീസ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. x പ്ലസ് വൈ ഈക്വൽ ടു 0 എന്നുള്ളത് മ്യൂ ഈക്വൽ ടു 1നോട് ഈക്വലൻ്റ് ആണ്. അതുപോലെ തന്നെ z ഈക്വൽ ടു 0 എന്നുള്ളത് മ്യൂ ഈക്വൽ ടു 1/2 എന്നുള്ളതിനോട് ഈക്വലൻ്റ് ആണ്. സോ നമുക്ക് രണ്ട് പോസിബിലിറ്റീസ് ചെയ്ത് നോക്കിയാൽ മതി. സോ ആദ്യത്തെ കണ്ടീഷൻ നോക്കാം, x പ്ലസ് വൈ ഈക്വൽ ടു 0. സോ g1 ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു 0 ആൻഡ് g2 ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു 0. ഈ രണ്ട് കണ്ടീഷനിലും x പ്ലസ് വൈ ഈക്വൽ ടു 0 എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ y മൈനസ് എക്സ് ഈക്വൽ ടു 0 ആൻഡ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു 4. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 0യും അതുപോലെ y മൈനസ് എക്സ് ഈക്വൽ ടു 0യും ആയതുകൊണ്ട് എക്സും വൈയും 0 ആയിരിക്കും. സോ എക്സും വൈയും 0 ആയിരിക്കുമ്പോൾ സെഡ് സ്ക്വയർ ഈക്വൽ ടു 4, അതിൽ നിന്നും സെഡ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2 എന്ന് കിട്ടും. സോ ഫസ്റ്റ് കേസിന് കറസ്പോണ്ടിങ് ആയിട്ട് അതായത് x പ്ലസ് വൈ ഈക്വൽ ടു 0 എന്നുള്ളതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് രണ്ട് പോയിൻറ്റ്സ് ആണ് കിട്ടുന്നത്, 0,0,2ഉം അതുപോലെ 0,0,-2ഉം. ഈ രണ്ട് പോയിൻറ്റ്സിനും എഫിൻ്റെ വാല്യൂസ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. എഫ് ഓഫ് 0,0,2 എന്നുള്ളത് 4 ആണ്. അതുപോലെ എഫ് ഓഫ് 0,0,-2 എന്നുള്ളതും 4 തന്നെയാണ്. രണ്ട് പോയിൻറ്റ്സിനും എഫിന് സെയിം വാല്യൂ തന്നെയാണ്. ഇവിടെ ലോക്കൽ എക്സ്ട്രീം വാല്യൂസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ രണ്ടാമത്തെ കണ്ടീഷന് കറസ്പോണ്ടിങ് ആയിട്ട് അതായത് z ഈക്വൽ ടു 0 എന്നുള്ളതിന് കറസ്പോണ്ടിങ് ആയിട്ട് g1 ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു 0 ആൻഡ് g2 ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു 0 ഈ രണ്ട് ഇക്വേഷൻസും സോൾവ് ചെയ്യുമ്പോൾ y മൈനസ് എക്സ് ഈക്വൽ ടു 0, സെക്കൻഡ് ഇക്വേഷനിൽ നിന്നും എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4. ദെൻ y മൈനസ് എക്സ് ഈക്വൽ ടു 0 എന്നുള്ളതിൽ നിന്നും y ഈക്വൽ ടു എക്സ് എന്ന് കിട്ടും. അത് സെക്കൻഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 4, അതിൽ നിന്നും 2x സ്ക്വയർ ഈക്വൽ ടു 4. സോ എക്സ് സ്ക്വയർ ഈക്വൽ ടു 4/2 വിച്ച് ഇസ് ഈക്വൽ ടു 2. സോ എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് √2. y ഈക്വൽ ടു എക്സ് ആയതുകൊണ്ട് y ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് √2. സോ z ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് രണ്ട് പോയിൻറ്റ്സ് കിട്ടും. ആ രണ്ട് പോയിൻറ്റ്സ് ഇതാണ് √2, √2, 0 ആൻഡ് മൈനസ് √2, മൈനസ് √2, 0. ദെൻ ഈ രണ്ട് പോയിൻറ്റ്സിനും എഫിൻ്റെ വാല്യൂസ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. ഫസ്റ്റ് പോയിൻറ്റ് എഫ് ഓഫ് √2, √2, 0 അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എഫിൻ്റെ വാല്യൂ വരുന്നത് 2 ആണ്. സെക്കൻഡ് പോയിൻറ്റ് കറസ്പോണ്ടിങ് ആയിട്ടും സെയിം വാല്യൂ തന്നെയാണ്, അതായത് എഫ് ഓഫ് മൈനസ് √2, മൈനസ് √2, 0 എന്നുള്ളതും 2 തന്നെയാണ്. ദെൻ ഈ നാല് പോയിൻറ്റ്സിനും എഫിന് എക്സ്ട്രീം വാല്യൂസ് എന്തായാലും എക്സിസ്റ്റ് ചെയ്യും. ലോക്കൽ എക്സ്ട്രീം വാല്യൂസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിലെ മിനിമം വാല്യൂ ആയിരിക്കും അതിൻ്റെ അബ്സല്യൂട്ട് മിനിമം വാല്യൂ, അതുപോലെ മാക്സിമം വാല്യൂ ആയിരിക്കും അബ്സല്യൂട്ട് മാക്സിമം വാല്യൂ. ഇവിടെ 0,0,2 അതുപോലെ 0,0,-2 ഈ രണ്ട് പോയിൻറ്റ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് എഫിന് സെയിം വാല്യൂ ആണ് കിട്ടിയത്, അത് 4 ആണ്. അതുപോലെ തന്നെ √2, √2, 0, മൈനസ് √2, മൈനസ് √2, 0
ഈ രണ്ട് പോയിൻറ്റ്സിനും കറസ്പോണ്ടിങ് ആയിട്ടും എഫിന് സെയിം വാല്യൂ തന്നെയാണ് കിട്ടിയത്. അതിന് 2 ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സോ ഇതിൽ മാക്സിമം വാല്യൂ 4ഉം മിനിമം വാല്യൂ 2ഉമാണ്. സോ ഗിവൺ പ്ലെയിനും സ്പിയറും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന സർക്കിളിലെ പോയിൻറ്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് എഫ് ഓഫ് എക്സ് വൈ സെഡ് എന്നുള്ള ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ വരുന്നത് 4ഉം മിനിമം വാല്യൂ 2ഉമാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി പോയിൻറ്റ് ക്ലോസസ്റ്റ് ടു ദി ഒറിജിൻ ഓൺ ദി ലൈൻ ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ദി പ്ലെയിൻസ് y + 2z = 12 ആൻഡ് x + y = 6. സോ രണ്ട് പ്ലെയിൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന അതൊരു ലൈനായിരിക്കും. ആ ലൈനിലെ പോയിൻറ്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒറിജിനോട് ക്ലോസസ്റ്റ് ആയിട്ട് കിടക്കുന്ന പോയിൻ്റാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് എഫ് ഓഫ് എക്സ് വൈ സെഡ് എന്നുള്ള ഫംഗ്ഷൻ x² + y² + z² എന്ന് ചൂസ് ചെയ്യാം. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഡിസ്റ്റൻസ് ഫംഗ്ഷൻ വരുന്നത് √(x²) + y² + z² എന്നുള്ളതാണ്. ദെൻ അതിന് പകരം എഫ് ഓഫ് എക്സ് വൈ സെഡ് = x² + y² + z² എന്നുള്ള ഫംഗ്ഷൻ്റെ മിനിമം വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. എഫ് ഓഫ് എക്സ് വൈ സെഡ് മിനിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്ന പോയിൻറ്റ്സിലെല്ലാം √(x² + y² + z² എന്നുള്ള ഫംഗ്ഷനും ലോക്കൽ മിനിമം വാല്യൂ അറ്റൈൻ ചെയ്യും എന്നുള്ളത് കൊണ്ട് രണ്ടും ഈക്വൽ കണ്ടീഷൻ ആയതുകൊണ്ടും ഡെറിവേറ്റീവ് കാണാൻ ഈ ഒരു ഫോമാണ് ഈസി എന്നുള്ളത് കൊണ്ടും നമ്മൾ എഫ് ഓഫ് എക്സ് വൈ സെഡ് എന്നുള്ളത് സാധാരണ ചൂസ് ചെയ്യുന്നത് പോലെ തന്നെ x² + y² + z² എന്ന് ചൂസ് ചെയ്യുന്നു. അതുപോലെ g1 of x y z = y + 2z - 12 എന്നും g2 of x y z = x + y - 6 എന്നും ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ y + 2z = 12 എന്നുള്ള പ്ലെയിനിന് നമുക്ക് g1 of x y z = 0 എന്നുള്ള ലെവൽ സർഫസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അതുപോലെ x + y = 6 എന്നുള്ള പ്ലെയിനിന് നമുക്ക് g2 of x y z = 0 എന്നുള്ള ലെവൽ സർഫസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ദെൻ ലഗ്രാഞ്ച് മൾട്ടിപ്ലയേഴ്സ് മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ del f = lambda × del g1 + mu × del g2, g1 of x y z = 0 ആൻഡ് g2 of x y z = 0. ഈ മൂന്ന് ഇക്വേഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിലുള്ള എക്സ് വൈ സെഡ് ലാംഡ ആൻഡ് മ്യൂ കണ്ടുപിടിച്ചാൽ മതി. സോ നമുക്ക് ആദ്യം ഈ മൂന്ന് ഫംഗ്ഷൻസിൻ്റെയും ഗ്രേഡിയൻ വെക്റ്റേഴ്സ് കണ്ടുപിടിക്കാം. അതിനുവേണ്ടി എഫ് എക്സ് എന്നുള്ളത് 2x, എഫ് വൈ = 2y, എഫ് സെഡ് = 2z. ദെൻ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് g1 വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്നുള്ളത് 0, പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് g1 വിത്ത് റെസ്പെക്ട് ടു y = 1, പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് g1 വിത്ത് റെസ്പെക്ട് ടു z = 2, partial derivative of g2 with respect to x = 1, partial derivative of g2 with respect to y = 1, partial derivative of g2 with respect to z = 0. Then del f = 2xi + 2yj + 2zk, del g1 = j + 2k, del g2 = i + j. Then first equation നിന്നും അതായത് del f = lambda × del g1 + mu × del g2, ഇതിൽ നിന്നും 2xi + 2yj + 2zk = lambda × j + 2k + mu × i + j, which implies 2x = mu, 2y = lambda + mu, 2z = 2 lambda. ഫസ്റ്റ് ഇക്വേഷനിൽ നിന്നും mu = 2x, തേർഡ് ഇക്വേഷനിൽ നിന്നും lambda = z. ഇത് സെക്കൻഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ 2y = z + 2x, which implies y = z + 2x divided by 2. Then y = z + 2x divided by 2 എന്നുള്ളത് g1 of x y z = 0 എന്നുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ yക്ക് പകരം z + 2x divided by 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ z + 2x divided by 2 plus 2z = 12, which implies z + 2x + 4z = 24, which implies 2x + 5z = 24. അതിന് ഇക്വേഷൻ 1 എന്ന് വിളിക്കുന്നു. ദെൻ y = z + 2x divided by 2 എന്നുള്ളത് g2 of x y z = 0 എന്നുള്ള ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ x + z + 2x divided by 2 = 6, which implies 2x + z + 2x = 12, which implies 4x + z = 12. അതിന് ഇക്വേഷൻ 2 എന്ന് വിളിക്കുന്നു. ദെൻ ഇക്വേഷൻ 1 × 2 implies 4x + 10z = 48. അതിന് ഇക്വേഷൻ 3 എന്ന് വിളിക്കുന്നു. ദെൻ ഇക്വേഷൻ 3യിൽ നിന്നും ഇക്വേഷൻ 2 സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ 9z = 36, which implies z = 4. ദെൻ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ x = 24 - 5 × 4 all divided by 2, which is equal to 2. z = 4ഉം x = 2 ആകുമ്പോൾ y = z + 2x divided by 2 എന്നുള്ളതിൽ നിന്നും y = 4 + 4 divided by 2, which is equal to 4. സോ എഫ് എന്നുള്ള ഫംഗ്ഷൻ എക്സ്ട്രീം വാല്യൂ അറ്റൈൻ ചെയ്യുന്ന വിധത്തിൽ ആകെ ഒരു പോയിൻ്റാണുള്ളത്. ആ ഒരു പോയിൻ്റ് ഇതാണ് 2,4,4. ദെൻ ഈ ഒരു പോയിൻ്റിൽ എഫിൻ്റെ വാല്യൂ വരുന്നത് f of 2,4,4, which is equal to 4 + 16 + 16, which is equal to 36. സോ ഈ ഒരു പോയിൻ്റിൽ അതായത് 2,4,4 എന്നുള്ള പോയിൻ്റിൽ എഫിന് ഒന്നുകിൽ മിനിമം വാല്യൂ ഉണ്ടായിരിക്കാം, അതല്ലെങ്കിൽ മാക്സിമം വാല്യൂ ഉണ്ടായിരിക്കും. ദെൻ 36 എന്നുള്ളത് എഫിൻ്റെ മാക്സിമം വാല്യൂ ആവാനുള്ള ചാൻസ് ഇല്ല. അതിനേക്കാളും ഗ്രേറ്റർ വാല്യൂ എഫിന് വരുന്ന വിധത്തിൽ ഒരുപാട് പോയിൻറ്റ്സ് ആ ലൈൻ ഓഫ് ഇൻ്റർസെക്ഷനിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഒരു എക്സാമ്പിളായിട്ട് 4,2,5 എന്നുള്ളത് രണ്ട് പ്ലെയിനിലെയും പോയിൻ്റാണ്. അതുകൊണ്ട്
അതിൻ്റെ ലൈൻ ഓഫ് ഇൻ്റർസെക്ഷനിൽ ഉണ്ടാകുന്ന ഒരു പോയിൻ്റാണ് 4,2,5. ആ ഒരു പോയിൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് എഫിൻ്റെ വാല്യൂ വരുന്നത് 45 ആണ്. അത് ഗ്രേറ്റർ ദാൻ 36 ആണ്. സോ 36 എന്നുള്ളത് എഫിൻ്റെ മാക്സിമം വാല്യൂ ആവാനുള്ള ചാൻസ് ഇല്ല. എന്തായാലും എക്സ്ട്രീം വാല്യൂ ആ ഒരു പോയിൻറ്റിൽ അറ്റൈൻ ചെയ്യും എന്നുള്ളത് കൊണ്ട് 36 എന്നുള്ളത് എഫിൻ്റെ മിനിമം വാല്യൂ ആയിരിക്കും. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിൻ്റ് അതായത് 2,4,4 എന്നുള്ള പോയിൻ്റ് ആയിരിക്കും. രണ്ട് പ്ലെയിൻസും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ലൈൻ ഓഫ് ഇൻ്റർസെക്ഷനിലെ പോയിൻറ്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒറിജിനോട് ക്ലോസസ്റ്റ് ആയിട്ട് കിടക്കുന്ന പോയിൻ്റ്.